നമസ്കാരം. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ളവർ തന്നെ നിയമം കയ്യിലെടുക്കുകയും ഔദ്യോഗിക വാഹനത്തെ മദ്യപാനത്തിന്റെയും ചീട്ടുകളിയുടെയും അരങ്ങാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് സുരക്ഷയാണുള്ളത്? അച്ചടക്കത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകേണ്ട കാക്കിയിട്ട് ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടുന്ന ഈ ഹീനമായ പ്രവർത്തികൾ കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത്. തൊടുപുഴയിലാണ് സംഭവം. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചും ഔദ്യോഗിക വാഹനത്തിൽ ചീട്ടുകളിയും കാക്കിയെ അപമാനിച്ചും കുറ്റവാളിയായ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും സ്വീകരിക്കുന്നത്. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ലോകകപ്പ് ഫൈനൽ മത്സരം കാണാൻ ഒത്തുകൂടിയ ജനക്കൂട്ടത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച പോലീസുകാരുടെ അഹങ്കാരത്തിന് നാട്ടുകാർ നൽകിയ ശക്തമായ തിരിച്ചടിയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ തെറ്റ് ചെയ്ത പോലീസുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം അവരെ ചോദ്യം ചെയ്തവർക്ക് നേരെ കള്ളക്കേസുകൾ ചുമത്തുകയാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ ശക്തമായ ജനകീയ പ്രതിരോധവും BJPയുടെ സുതാര്യവും ശക്തമായ നിലപാടും ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി ജനങ്ങളെ തന്നെ വഞ്ചിക്കുന്ന ഈ കാക്കിയിട്ട മാഫിയ സംഘത്തിനെതിരെ ശക്തമായ ജനകീയ വിചാരണ ആവശ്യപ്പെടുന്ന നിർണായകമായ ഒരു ഘട്ടം കൂടിയാണിത്. കേരളത്തിലെ ക്രമസമാധാന നില എത്രത്തോളം അധപ്പതിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഈ സംഭവത്തിന്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തൊടുപുഴ മങ്ങാട്ടുകവല പ്രദേശം അന്ന് അസാധാരണമായ ഒരു ആവേശത്തിലായിരുന്നു. ലോകകപ്പ് ഫൈനൽ മത്സരത്തിന്റെ ആവേശമലയടിക്കുന്ന ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ തനിമ വിളിച്ചോതുന്ന തരത്തിൽ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ ഔദ്യോഗിക വാഹനം പാഞ്ഞെത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കായിക പ്രേമികളും നാട്ടുകാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ആ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തു വന്നത്. രാജ്യത്തിന്റെ നിയമം നടപ്പിലാക്കേണ്ടവർ അതിന് ബാധ്യസ്ഥരായ സബ് ഇൻസ്പെക്ടർ റോയ് സുകുമാരനും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഡ്രൈവറുമാണ് ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിന്റെ പവിത്രതയെ കാറ്റിൽ പറത്തി മദ്യപാനം ചീട്ടുകളിയിലും ഏർപ്പെട്ടത്. ലോകകപ്പ് മത്സരം കാണാൻ കവലയിൽ ഒത്തുകൂടിയ യുവജനങ്ങളും നാട്ടുകാരും ഈ വാഹനത്തിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വാഹനം പരിശോധിച്ചപ്പോഴാണ് വൻതോതിലുള്ള നിയമലംഘനങ്ങൾ പുറത്തുവരുന്നത്. ഔദ്യോഗിക വാഹനത്തിനുള്ളിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും വെച്ചിരിക്കുകയായിരുന്നു. സാധാരണക്കാരനായ ഒരു പൗരൻ ചെറിയൊരു നിയമലംഘനം നടത്തിയാൽ പോലും ഇരുമ്പ് തുറങ്കലിലേക്ക് തള്ളിയിടുന്ന പോലീസ് സംവിധാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ സർക്കാരിന്റെയും വകുപ്പിന്റെയും സകല നിയമങ്ങളും കാറ്റിൽ പറത്തുമ്പോൾ ഇത് കേരളീയ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയല്ലാതെ മറ്റെന്താണ്? സ്പോർട്സിന്റെ ലഹരിയിൽ ആഹ്ലാദിക്കേണ്ടിയിരുന്ന ഒരു ജനക്കൂട്ടത്തിന് മുന്നിൽ കാക്കിയിട്ട ഉദ്യോഗസ്ഥർ നൽകിയ സന്ദേശം എന്താണ്? മദ്യത്തിന്റെയും ലഹരിയുടെയും കൂത്തരങ്ങായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറി എന്നതിന്റെ നഗ്നമായ സത്യം കൂടിയാണ് മങ്ങാട്ടുകവലയിൽ നാം കാണുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മൊത്ത കച്ചവടക്കാരായി മാറുമ്പോൾ ആ കേരള പോലീസിനെ എങ്ങനെ വിശ്വസിക്കണം? BJP എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന അച്ചടക്കത്തിന്റെയും നിയമവാഴ്ചയുടെയും മൂല്യങ്ങൾക്ക് നേരെ കാർക്കിച്ചു തുപ്പുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ഈ നാട്ടുകാരുടെ പ്രതികരണത്തെ അടിച്ചമർത്താൻ പോലീസ് ഭരണകൂടം നടത്തുന്ന നീക്കങ്ങൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ദേശസ്നേഹികളും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചും ചീട്ടുകളിച്ചും ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത കരിമണ്ണൂർ SI റോയ് സുകുമാരനെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ച സംഭവം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പോലീസ് അതിക്രമങ്ങൾക്കും നിയമലംഘനങ്ങൾക്കുമുള്ള ശക്തമായ കർണതടിയാണ്. നാട്ടുകാർ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കാട്ടിക്കൂട്ടിയ അഹങ്കാരവും ധാർഷ്ട്യവും കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും മനോഭാവത്തെയാണ് തുറന്നു കാട്ടുന്നത്. തങ്ങൾ എന്ത് നിയമവിരുദ്ധ കാര്യം ചെയ്താലും ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഭാവത്തിൽ നാട്ടുകാരെ വെല്ലുവിളിച്ച ഉദ്യോഗസ്ഥരുടെ നടപടി ജനരോഷം ഇരട്ടിക്കാൻ കാരണമായി. സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസുകാർ തെറ്റേറ്റു പറയുകയോ മാപ്പ് പറയുകയോ ചെയ്യേണ്ടതിന് പകരം ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇതിനെതിരെ അവിടെയുണ്ടായിരുന്ന യുവജനങ്ങളും പൊതുപ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ തയ്യാറായി. ഔദ്യോഗിക വാഹനത്തിനുള്ളിൽ കണ്ടെത്തിയ മദ്യക്കുപ്പികളും ചീട്ടുകളി സാധനങ്ങളും ചോദ്യം ചെയ്ത ജനക്കൂട്ടത്തിന് നേരെ പുച്ഛത്തോടെ പെരുമാറിയ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം സംരക്ഷിക്കുന്ന നിലപാടാണ് പിന്നീട് ഉന്നത പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കൂടാതെ പോലീസുകാരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ നാട്ടുകാർക്കെതിരെ കേസുമെടുത്തു. ഇന്ന് ഭരണകക്ഷി നേതാക്കളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രം ചലിക്കുന്ന ഒരു സംവിധാനമായി പോലീസ് മാറി എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. കുറ്റവാളികളായ പോലീസുകാരെ രക്ഷിക്കാൻ ഭരണകൂടം നേരിട്ട് രംഗത്തിറങ്ങുമ്പോൾ സത്യം വിളിച്ചു പറഞ്ഞ നാട്ടുകാർ പ്രതികളാക്കപ്പെടുന്ന വിചിത്രമായ അവസ്ഥയാണ് തൊടുപുഴയിൽ നാം കണ്ടത്. അന്യന്റെ തെറ്റിനെ ചോദ്യം ചെയ്യുന്ന പൗരന്റെ അവകാശത്തിന് മേൽ കുതിര കയറുന്ന പോലീസ് രാജിന്റെ തനി സ്വരൂപം ഇവിടെ വ്യക്തമാണ്. ജനങ്ങൾ തടഞ്ഞുവെച്ച ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാനെത്തിയ മറ്റു പോലീസ് സന്നാഹങ്ങളും നാട്ടുകാരോട് പെരുമാറിയ രീതി തികച്ചും അപലപനീയവും കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന് അപമാനവുമാണ്. തൊടുപുഴയിൽ പോലീസുകാരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ 200 പേർക്കെതിരെയും കണ്ടാലറിയുന്ന 80ഓളം പേരെ പ്രതിയാക്കിയും പോലീസ് കേസെടുത്തു.
തെറ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കേണ്ടതിന് പകരം അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചുമത്തി നാട്ടുകാരുടെ മേൽ കുതിര കയറാനാണ് പോലീസുകാർ ശ്രമിക്കുന്നത്. വകുപ്പ് തല അന്വേഷണം എന്ന പ്രഹസനത്തിലൂടെ മാസങ്ങൾ തള്ളി നീക്കി ഒടുവിൽ പ്രതികളെ സർവീസിൽ നിന്നും തിരിച്ചെടുക്കാനുള്ള തന്ത്രമാണ് ആഭ്യന്തര വകുപ്പ് മെനയുന്നത്. BJP എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കേരളത്തിൽ പോലീസിന് പൂർണ്ണമായ ക്രിമിനൽ സ്വഭാവം കൈവന്നിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് തൊടുപുഴയിൽ ഉള്ളത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം നടത്തുന്ന ഈ കേസ് രജിസ്ട്രേഷനുകൾ യഥാർത്ഥത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ അടിച്ചമർത്തലാണ്. ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിൽ മദ്യപിക്കുകയും ഔദ്യോഗിക വാഹനത്തിൽ ചീട്ട് കളിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. എന്നാൽ ഇതിനു പകരം രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നു എന്ന പേരിൽ മാസങ്ങളോളം സമയം നീട്ടിക്കൊടുക്കാനും പിന്നീട് ആ പരിശോധനാ ഫലങ്ങൾ അട്ടിമറിച്ച് പ്രതികളെ ക്ലീൻ ചിറ്റ് നൽകി തിരിച്ചെടുക്കാനുമുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ മുൻപും ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാക്കിയിട്ട ഗുണ്ടകൾക്കെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ താൽക്കാലികമായി സസ്പെൻഷൻ നാടകം നടത്തുന്ന വകുപ്പ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ രഹസ്യമായി അവരെ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ലഘുവായ ശിക്ഷ നൽകി രക്ഷിക്കുകയാണ് പതിവ്. ഈ ഒത്തുകളി രാഷ്ട്രീയത്തിന് പിന്നിൽ ഭരണകക്ഷി നേതാക്കളുടെ ശക്തമായ ഇടപെടലുകളും ഉണ്ട് എന്നത് പരസ്യമായ രഹസ്യം കൂടിയാണ്. കേരളം ഇന്ന് രാജ്യത്തിന്റെ ലഹരി തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് തൊടുപുഴയിലെ പോലീസുകാരുടെ ഈ നടപടി. സമൂഹത്തിലെ യുവതലമുറയെ ലഹരിക്കടിമയാക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെ കർശന നടപടി എടുക്കേണ്ടവരാണ് കേരള പോലീസ്. എന്നാൽ ആ പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിനുള്ളിൽ നിന്നും മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും പിടിച്ചെടുക്കുന്നു എന്നത് ലജ്ജാകരമായ അവസ്ഥയാണ്. ലഹരി മാഫിയയും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവം കൂടി തെളിയിക്കുകയാണ്. ജനങ്ങൾക്ക് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തേണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറും സബ് ഇൻസ്പെക്ടർമാരും സ്വന്തം വാഹനത്തെ ലഹരിയുടെയും ചൂതുകളിയുടെയും താവളമാക്കുമ്പോൾ നാടിന്റെ ഭാവി എന്താകുമെന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പോലീസിനുള്ളിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായ നിരവധി ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നുണ്ട്. അവരെ കണ്ടെത്തി പുറത്താക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ മൂടിവെക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയുമാണ്. മങ്ങാട്ടുകവലയിൽ പിടിക്കപ്പെട്ട SI ഡ്രൈവറും ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് കേരളത്തിലെ പോലീസ് സേനയുടെ ജീർണതയുടെ പ്രതീകങ്ങളാണ്. ജനങ്ങളുടെ നികുതി പണം വാങ്ങി സുഖജീവിതം നയിക്കുന്ന ഇവർ സാധാരണക്കാരായ പൗരന്മാരുടെ ജീവിതത്തോട് ക്രൂരമായ തമാശയാണ് കാണിക്കുന്നത്. ഈ ലഹരി പോലീസ് മാഫിയ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ദേശസ്നേഹികളായ ഓരോ പൗരന്റെയും കടമയാണ്. BJP പ്രവർത്തകർ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും ലഹരി ഉപയോഗിക്കുന്ന കാക്കിയിട്ട ക്രിമിനലുകളെ ഓരോരുത്തരെയും ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യുമെന്നും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. തൊടുപുഴയിൽ നടന്ന ഈ ഗുരുതരമായ സംഭവത്തിന് മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും വേണ്ടത്ര പ്രാധാന്യമൊന്നും ലഭിച്ചിട്ടില്ല എന്നത് കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറ്റൊരു മുഖം തുറന്നു കാട്ടുകയാണ്. ഭരണകക്ഷിയെയും പോലീസിനെയും അമിതമായി ഭയപ്പെടുന്നതോ അല്ലെങ്കിൽ അവരുമായി ഒത്തുകളിക്കുന്നതോ ആയ രീതിയാണ് പല പ്രമുഖ മാധ്യമങ്ങളും സ്വീകരിച്ചത്. ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകളും പ്രത്യേക ചർച്ചകളും നടത്തുമായിരുന്നു ചാനലുകൾ. പോലീസുകാർ പ്രതികളായപ്പോൾ ഈ വാർത്തയെ നിസാരവൽക്കരിക്കാൻ മത്സരിക്കുകയാണ് അവർ. സർക്കാരിന്റെ തെറ്റുകളെ മൂടിവെക്കാനും പോലീസിന്റെ മുഖം രക്ഷിക്കാനും മാധ്യമങ്ങൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ കേരളത്തിലെ ജനാധിപത്യത്തിന് തന്നെ അപായമണിയാണ് മുഴക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെയും ജനകീയ കൂട്ടായ്മകളിലൂടെയും ഈ വിവരം പുറത്തു വരുന്നതോടെ സർക്കാരിന്റെയും പോലീസിന്റെയും മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. BJP അനുകൂല മാധ്യമങ്ങളും സാമൂഹ്യ നിരീക്ഷകരും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും പോലീസിന്റെ ക്രൂരമായ ഇരട്ടത്താപ്പ് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്യും. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ വാർത്തകൾ സെൻസർ ചെയ്യാനും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനും ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരും. ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ കാവൽക്കാരാകേണ്ടതിന് പകരം അവരുടെ വക്താക്കളായി മാറുന്ന ദയനീയ കാഴ്ചയാണ് കേരളത്തിൽ നാം കാണുന്നത്. തൊടുപുഴയിലെ സംഭവത്തിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മാധ്യമങ്ങൾ ചർച്ചകൾ നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് പൊതുജനം ചോദിക്കുന്നു. മാധ്യമങ്ങളുടെയും ഭരണകൂടത്തിന്റെയും ഒത്തുകളി രാഷ്ട്രീയത്തെ പൊളിച്ചു കാട്ടിക്കൊണ്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സത്യം വിളിച്ചു പറയാൻ BJP എപ്പോഴും മുന്നിലുണ്ടാകും. കേരളത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന പോലീസ് അതിക്രമങ്ങൾക്കും അഴിമതികൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. തൊടുപുഴയിൽ പോലീസുകാർ നടത്തിയ ഈ ലജ്ജാകരമായ പ്രവൃത്തിയും അതിനെ തുടർന്ന് നാട്ടുകാർക്കെതിരെ എടുത്ത കള്ളക്കേസുകളും BJP വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നാട്ടുകാർ സ്വയരക്ഷയ്ക്കായും നീതിക്കുമായുമാണ് വാഹനം തടഞ്ഞു വെച്ചത്, അല്ലാതെ നിയമം കയ്യിലെടുക്കാനല്ല. എന്നാൽ ആ നാട്ടുകാർക്കും ഈ വിഷയത്തിൽ ഭാഗമായവർക്കുമെതിരെ 200 പേരുടെ മേൽ കള്ളക്കേസ് ചുമത്തി ഭയപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്.
മങ്ങാട്ടുകവലയിൽ നടന്ന സംഭവത്തിൽ യഥാർത്ഥ പ്രതികളായ എസ്.ഐ. റോയ് സുകുമാരനെയും ഡ്രൈവറെയും ഉടൻ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നും ബി.ജെ.പി. ശക്തമായി ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നിരപരാധികളായ നാട്ടുകാരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കള്ളക്കേസുകൾ പൂർണ്ണമായും പിൻവലിക്കാൻ സർക്കാർ തയ്യാറുമാകണം. പോലീസ് സ്റ്റേഷനുകൾ ക്രിമിനലുകളുടെയും മദ്യപാനികളുടെയും താവളമായി മാറുന്നത് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കണം. തൊടുപുഴയിൽ ഉണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാക്കിയിട്ടവരുടെ അവിഹിതങ്ങളും ക്രിമിനൽ ബന്ധങ്ങളും നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. സ്റ്റേഷനുകളിൽ വെച്ച് പൗരന്മാരെ മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നതും കസ്റ്റഡിയിൽ ക്രൂരമായ പീഡനങ്ങൾ നടത്തുന്നതുമായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ നാം കേരളത്തിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഈ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ പോലും മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. അച്ചടക്കം പാലിച്ച് സേവനം ചെയ്യേണ്ട പോലീസ് സേന ഇന്ന് ക്രിമിനലുകളുടെയും അഴിമതിക്കാരുടെയും ഒരു സുരക്ഷിത താവളമായി മാറുകയാണ്. സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്ന സാധാരണക്കാരോട് മോശമായി പെരുമാറുന്നതും ഭരണകക്ഷി നേതാക്കളുടെ ഫോൺ കോൾ വന്നാൽ മാത്രം കുറ്റവാളികളെ വിട്ടയക്കുന്നതുമായ ദയനീയമായ സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. തൊടുപുഴയിൽ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചും ചീട്ടുകളിച്ച് നടക്കാനുള്ള ധൈര്യം ഈ ഉദ്യോഗസ്ഥർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? തങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും സർക്കാരും മേലുദ്യോഗസ്ഥരും തങ്ങളെ രക്ഷിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത്. ഈ ജീർണത കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ ഉന്നത തലങ്ങളിൽ വേരോടിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ജീർണതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടയ്ക്കുന്ന നയം തുടർന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ തെരുവിലിറങ്ങേണ്ടി വരും. തൊടുപുഴ മങ്ങാട്ടുകവലയിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങളും അതിനുശേഷം പോലീസ് ഭരണകൂടം കാണിച്ച അഹങ്കാരവും കേരളീയ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ട ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പാണ്. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചും ചീട്ടുകളിച്ച് നിയമം ലംഘിച്ച പോലീസുകാരെ സംരക്ഷിക്കാൻ ഭരണകൂടം നടത്തുന്ന നെറുകെട്ട നീട്ടിക്കൊണ്ടുപോകലുകളും എതിർക്കുന്ന നാട്ടുകാർക്കെതിരെ 200 പേരുടെ പേരിൽ കള്ളക്കേസ് എടുത്ത നടപടികളും ഫാസിസത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നതാണ്. തൊടുപുഴയിലെ ആത്മാഭിമാനമുള്ള നാട്ടുകാർ കാണിച്ച ആ ധീരമായ ചെറുത്തുനിൽപ്പ് കേരളത്തിന് മുഴുവൻ ഒരു മാതൃകയുമാണ്. തെറ്റിനെതിരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ഈ സർക്കാരിന്റെയും പോലീസിന്റെയും തോക്കുഭീഷണികളും കള്ളക്കേസുകളും വിലപ്പോകില്ല. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശനമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതുവരെയും നിരപരാധികളായ നാട്ടുകാർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കുന്നതുവരെയും ബി.ജെ.പി. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.